നമസ്കാരം, ഞാൻ സെറിൻ. കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ എൻ്റെ ഒരു 3-4 അവതാർ, ഐ കോൾ ഇറ്റ് അവതാർ, അത് വെച്ച് ഞാൻ കുറച്ച് മോട്ടിവേഷണൽ വീഡിയോസ്, ഡിവോഷണൽ ബൈബിൾ വേർഡ്സ് വീഡിയോസ്, പിന്നെ ഒരു പ്രോവർബ് വീഡിയോസ്, പിന്നെ കുറച്ച് ക്രിക്കറ്റ് ടിപ്പുകൾ, പിന്നെ ചില സ്റ്റോറികൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാ, ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, എല്ലായിടത്തും അങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് പേര് എന്നെ പേഴ്സണലി എനിക്ക് റിക്വസ്റ്റ് ചെയ്തു, എന്തുകൊണ്ട് നീ ലൈവിൽ ഇട്ടൂടാ വിത്ത് യുവർ റെക്കോർഡ്. എന്നെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ നല്ലപോലെ ഫേസ്ബുക്ക് ആക്റ്റീവായിട്ടുള്ള വ്യക്തി തന്നെയാണ്. ഫേസ്ബുക്കിൽ ഇഷ്ടംപോലെ ഞാൻ എൻ്റെ ഫാമിലിയുടേതായാലും അല്ലെ ടൂറിൻ്റെ ആയാലും ട്രിപ്പിൻ്റെ ആയാലും ഫോട്ടോസ് എൻ്റെ ഇഷ്ടംപോലെ ഇടുന്ന വ്യക്തിയാണ്. പക്ഷേ കുറച്ച് നാളുകളായിട്ട് ഞാനത് നിർത്തി. സമൂഹത്തിന് ഗുണമുള്ള എന്തെങ്കിലും ചെയ്യാം, അല്ലെ ആർക്കെങ്കിലും ഒക്കെ ഒരു ചിലപ്പോൾ ആ നിമിഷത്തിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു മെസ്സേജ് ഒന്ന് വായിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രചോദനം ഉണ്ടാവുകയാണെങ്കിൽ അത് അത്രയും നല്ലത് എന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നാളായിട്ട് ഇതിലേക്ക് മാറിയത്. സത്യം പറഞ്ഞാൽ എനിക്കും പല സന്ദർഭങ്ങളിലൊക്കെ എനിക്ക് അങ്ങനെ ഒരു ഇൻസ്റ്റൻറ്റിലെ ചില ഒരു വാക്കുകൾ, ചില ബൈബിളിലെ ഒരു കോട്ട് എടുത്ത് വായിക്കുമ്പോൾ എനിക്ക് ഉണ്ടായ ഒരു ചില റിക്കവറി അല്ലെങ്കിൽ ഒരു അനുഭവം. അപ്പോൾ അത് ആർക്കെങ്കിലും ഒരാൾക്ക് ഞാൻ ചിലപ്പോൾ ഇന്ന് ഐ തിങ്ക് ഐ ക്യാൻ അറൗണ്ട് ഫേസ്ബുക്കിൽ ഒരു 4,000-5,000 ഫോളോവേഴ്സിനുള്ളതായി. പക്ഷേ അത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രചോദനം ഉണ്ടാകുമെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് അതൊരു വലിയ വിജയമാണ്. ഈ 5,000 പേരിൽ ഒരാൾക്ക്, പക്ഷേ അനേകർക്ക് അതൊരു മെസ്സേജിൽ പലരും എന്നെ പേഴ്സണലി ചാറ്റ് ചെയ്തപ്പോൾ പറയുന്ന അനുഭവം, ഇന്നത്തെ മെസ്സേജ് എനിക്ക് വേണ്ടിയായിരുന്നു. ഇറ്റ് വാസ് എ റൈറ്റ് മെസ്സേജ്. ആ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് ഞാനത് കൂടുതൽ പ്രചോദനമായിട്ട് എടുത്തത്. ഒബിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു മോണിറ്റൈസേഷനും ഉണ്ട്. അതൊക്കെ ഒത്തിരി റേഞ്ചും ഉള്ളവർക്കുള്ള കാര്യമാണ്. അതൊക്കെ ഇനി കിടക്കുന്ന കടമ്പകളാണ്. ഇന്ന് എനിക്ക് ആക്ച്വലി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ, അതായത് ഞാൻ അല്ലെ നീ അല്ലെ നിങ്ങൾ ഒക്കെ ചെയ്യുന്ന ഒരു കാര്യങ്ങളെ പറ്റിയാണ്. അതായത് നമ്മൾ പലപ്പോഴും ആരും കാണാത്ത തകർച്ചകളും നാം കാണിക്കുന്ന ചമയങ്ങളും, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്ന് അതിൻ്റെ ഒരു 3 പിക്ചേഴ്സ് ഞാൻ ഷെയർ ചെയ്യും. അടുത്ത ഇതിൽ സ്ക്രീനിൽ നിങ്ങൾ കാണാൻ പോകുന്ന 3 പിക്ചേഴ്സിനെ ബേസിലുള്ള സംസാരമായിരിക്കും. ആ 3 പിക്ചേഴ്സിനകത്ത് അതിൻ്റെ ഫുൾ കണ്ടൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കും. ആ 3 പിക്ചേഴ്സിൽ ഞാൻ ഓരോന്ന് വീതം പറയാം. ശരിക്കും അതാണ് നമ്മളൊക്കെ കാണിക്കുന്ന ലൈഫ്, അല്ലെ നിങ്ങളൊക്കെ കാണിക്കുന്ന ലൈഫ്. പലപ്പോഴും ചെയ്യുന്നത് അതല്ല യഥാർത്ഥത്തെ ലൈഫ് എന്ന് പലരെയും കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലി റിക്വസ്റ്റ് അയച്ച അവർക്ക് വേണ്ടിയാണ്. ഇത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല, എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം എനിക്ക് ഈ ഫേസ് വാല്യൂയേക്കാളിലും കൂടുതൽ പ്രവർത്തിക്കാനാണ് താല്പര്യം. അതുകൊണ്ട് എൻ്റെ ഫേസ് വാല്യൂ, എൻ്റെ മുഖം, എൻ്റെ ഇത് ഇമ്പ്രൂവ് ചെയ്യാനോട് എനിക്ക് താല്പര്യമില്ല. എനിവേ, നമുക്ക് ആ 3 ഫോട്ടോസിലൂടെ ഒന്ന് പോയി നോക്കാം. ഈ ആദ്യത്തെ ചിത്രം നോക്കുക. നാം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന മുകൾ നില. മനോഹരമായ കൊത്തുപണികളും ചെയ്ത ജനലുകളും പെയിൻറ് ചെയ്ത ചുവരുകളും ചിട്ടയായ മേൽക്കൂരകളും ഒരു വീട്. നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവർക്ക് മുന്നിൽ ആഗ്രഹിക്കുന്ന ഭാഗമാണിത്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ പങ്കുവെക്കുന്ന ഫോട്ടോകൾ, നമ്മുടെ ചിരികൾ, നേട്ടങ്ങൾ, ആഘോഷങ്ങൾ, ഇതെല്ലാം ഈ മുകൾ നിലയെപ്പോലെ മനോഹരമാണ്. ലോകം നമ്മളെ നോക്കി പറയും, എന്ത് നല്ല ജീവിതം, അവർക്ക് എന്ത് ഭാഗ്യമാണെന്ന്. നാം തന്നെ നമ്മളെ ഒരു ഉത്തമ വ്യക്തിയായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭാഗമാണിത്. ഈ രണ്ടാമത്തെ ചിത്രം ഒന്ന് നോക്കൂ. ആരും കാണാത്ത തകർന്ന തറനില. അതേ കെട്ടിടത്തിൻ്റെ താഴത്തെ നില തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ചൂരുകൾ ഇടിഞ്ഞ് വീണിരിക്കുന്നു. ഉള്ളിലെ അവശിഷ്ടങ്ങൾ പുറത്തേക്ക് തള്ളുന്നു. പുറമേ നിന്ന് നോക്കുന്നവർ കാണാത്ത, എന്നാൽ ആ കെട്ടിടത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയാണിത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലൊരു ഭാഗമുണ്ട്. ആരും കാണാത്ത സങ്കടങ്ങൾ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ, തകർന്ന ബന്ധങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ നാം പുറത്ത് കാണിക്കാൻ മടിക്കുന്നു. നമ്മുടെ തകർച്ചകളുടെ ഭാഗമാണിത്. ചിലപ്പോൾ നമ്മൾ സ്വയം തോറ്റുപോയി എന്ന് വിചാരിച്ച് ഇരുന്നു പോകുന്ന ഇടവും ഇതുതന്നെയാണ്. ഈ മൂന്നാമത്തെ ചിത്രം നോക്കൂ. ഇതാണ് പൂർണ്ണരൂപം നമ്മുടെ ജീവിതത്തിൻ്റെ. മനോഹരമായ മുകൾ നിലയും തകർന്ന താഴത്തെ നിലയും ചേർന്നതാണ് ആ പൂർണ്ണമായ കെട്ടിടം. ഇതാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ യാഥാർത്ഥ്യം. ജീവിതമെന്നാൽ ഒന്നുകിൽ വിജയങ്ങൾ മാത്രമോ അല്ലെങ്കിൽ പരാജയങ്ങൾ മാത്രമോ അല്ല. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ മുകൾ നില മാത്രം കണ്ട് നമ്മുടെ തകർച്ചകളുമായി അതിനെ താരതമ്യം ചെയ്യും, എന്നിട്ട് സങ്കടപ്പെടും. അല്ലെങ്കിൽ നമ്മുടെ തകർച്ചകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമുക്കുള്ള മനോഹരമായ കഴിവുകളെയും ഭാഗ്യങ്ങളെയും, അതായത് മുകൾ നിലയെ കാണാൻ മറന്നുപോകും. ഇപ്പോൾ ആ പിക്ചേഴ്സ് 3
നിങ്ങളിപ്പോൾ കണ്ടു, അതിലുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾ കണ്ടു. ശരിക്കും ഈ കെട്ടിടം നിൽക്കുന്നത് ഒരു തകർന്ന അടിത്തറയുടെ മുകളിലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വലിയ പ്രതിസന്ധികളുണ്ടെങ്കിലും ഓർക്കുക, അതിന് മുകളിലാണ് നിങ്ങളുടെ വരും കാലത്തെ മനോഹരമായ സ്വപ്നങ്ങൾ പണിയാൻ പോകുന്നത്. തകർച്ചകൾ ജീവിതത്തിൻ്റെ അവസാനമല്ല, മറിച്ച് അത് പൂർണ്ണമായ ഒരു ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. നമ്മുടെ കുറവുകളെ അംഗീകരിക്കുക, അതേസമയം തന്നെ നമ്മുടെ മനോഹരമായ വശങ്ങളെ പരിപോഷിക്കുകയും ചെയ്യുക. തകർച്ചകൾക്കിടയിലും തലയുയർത്തി നിൽക്കുന്ന ഈ കെട്ടിടത്തെ പോലെയാകട്ടെ നമ്മുടെ ജീവിതം.